നമസ്കാരം, എല്ലാവർക്കും ദേവീചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ വന്ന് അഭിനയിച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 25 വർഷമായി. 99 ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സീരിയലുകൾ ഒരുപാട് ചെയ്തു. എനിക്ക് തോന്നുന്നു ആദ്യം മനസ്സ്, അഷ്ടബന്ധം, കുടുംബവിളക്ക്. ഇപ്പോഴത്തെ കുടുംബവിളക്കല്ല കേട്ടോ, അന്നത്തെ കുടുംബവിളക്ക്. അതൊരു സീരീസായിരുന്നു, 13 എപ്പിസോഡിൻ്റെ ഒരു സീരീസ്, മെരിലാൻഡിൻ്റെ. അങ്ങനെ ഒരുപാട് സീരിയലുകൾ. എനിക്കൊന്ന് സീരിയൽ ജീവിതത്തിൽ വളരെ അപൂർവം സീരിയലുകളെ 1000 എപ്പിസോഡ് തയ്ക്കാറുള്ളൂ. ഒരു സീരിയൽ ഞാൻ അഭിനയിച്ചത് ആദ്യമായിട്ട് 1000 എപ്പിസോഡ് തികച്ചത് നിലവിളക്ക് എന്ന് പറഞ്ഞ സീരിയലാണ്. വികടൻ എന്ന് പറഞ്ഞ തമിഴ് കമ്പനിയുടെ ഒരു സീരിയലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഭാവന എന്ന് പറഞ്ഞ സീരിയലാണ്. കാബിയോ ഫിലിംസിൻ്റെ ഭാവനയാണ് 1000 എപ്പിസോഡ് തികച്ചത്. അതിന് ഞങ്ങൾക്കൊരു കുഞ്ഞു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഭാവന അറ്റ് 1000. ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. കാരണം സിനിമ പോലെ അല്ല സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. 1000 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ എപ്പിസോഡ് ഉണ്ടെങ്കിൽ, ഇപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ഇപ്പോൾ സീരിയൽ ടെലികാസ്റ്റ് ഉണ്ട്. അപ്പം ഏകദേശം ഒരു 3-3.25 വർഷമായിട്ട് ഈ ഒരു സൗഹൃദവും ഈ ഒരു കൂട്ടായ്മയിലും എല്ലാവരും യൂണിറ്റ് ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വളരെ സ്പെഷ്യലാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു 10-30 ദിവസം, ആ 30 ദിവസത്തിൽ തന്നെ ചിലപ്പോൾ 5 ദിവസം ഷൂട്ടിനുള്ള, ആ 5 ദിവസം മാത്രം അവരെ കാണുന്നത് കഴിഞ്ഞാൽ ബൈ ടാറ്റ തീരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ഡബ്ബിങ്, എപ്പോഴെങ്കിലും അതിൻ്റെ റിലീസ്, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതൊരു ഹിറ്റ്, വൻ ഹിറ്റൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സെലിബ്രേഷൻ, അങ്ങനെയൊക്കെ വളരെ അപൂർവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3-4 പടം അത്രേ ഉള്ളൂ അങ്ങനെ ഒരു സെലിബ്രേഷൻ മൂഡിലേക്കൊക്കെ എത്തിയത്. കസ്തൂരിമാൻ ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചവർണ്ണ തത്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം സിനിമകളേ ഉള്ളൂ. മിന്നൽ മുരളി ഓഫ് കോഴ്സ് നല്ലൊരു ഹിറ്റായിരുന്നു, പക്ഷെ ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് അത് OTT റിലീസിലായിപ്പോയി. അങ്ങനെ അങ്ങനെ കുറേ എന്താ പറയുക, ഈ ഒരു സീരിയൽ ഭാവനയുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാനത് അവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഭാവന ഞാൻ ജോയിൻ ചെയ്യുന്നത് എനിക്ക് കോവിഡ് വന്ന് ആ ഒരു പീരീഡിലാണ്, കോവിഡിൻ്റെ സമയത്താണ്. അപ്പം ശരിക്കും ഭാവന ഒരു നമ്മൾ പറയില്ലേ, ഒരു ബെഞ്ച് മാർക്കാണ്. കോവിഡിന് ശേഷം ചെയ്യുന്ന നമ്മളൊരു വർക്ക് ചെയ്യുന്നു, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കിതിൻ്റെ കോള് ഫസ്റ്റ് വരുന്നത് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മളിങ്ങനെ ചെയ്യണം എന്ന്, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ചേട്ടാ, ചെയ്യാം, പക്ഷേ ആശുപത്രിയിലാണ്, അതിന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വരാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനത്തെ ഒരു അസുഖമാകുമ്പോൾ നമുക്ക് കുറച്ച് അതിനൊരു തിരിച്ചൊരു റിവൈവൽ പ്രോസസ്സ് കുറച്ച് കൂടുതലായിരുന്നു. കാരണം എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, നമുക്കറിയാവുന്നതാണ്, നമ്മളത് വ്ലോഗും ചെയ്തതാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മെയിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു. എന്തോ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിപ്പോയി. അതിനുശേഷം ഏകദേശം കുറേ നാളുകൾ ഇരുന്നതിന് ശേഷമാണ് പിന്നെ അത് ടെലികാസ്റ്റ് തുടങ്ങുന്നത്. പക്ഷെ അത് തുടങ്ങി ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം എവിടെയോ വളരെ ക്ലോസ് ടു ഹാർട്ടായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ലൊക്കേഷനായാലും അവിടുത്തെ എല്ലാവരും കേട്ടോ, ഇപ്പോൾ അതൊരു ഫാമിലിയാണ്. നമ്മൾ ഷൂട്ടിങ്ങിന് പോകുന്ന, എനിക്ക് തോന്നുന്നു നമ്മൾ ഞങ്ങളെപ്പോലുള്ളവർ വീട്ടിലിരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടുകാരുമായിട്ടല്ല, പക്ഷേ ഷൂട്ടിങ്ങിലെ ലൊക്കേഷനിലെ കുടുംബാംഗങ്ങളുമായിട്ടാണ്. അപ്പോൾ അവർ ശരിക്കും നമുക്ക് ഒരു ബോണ്ടിങ് തരിക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരു 15 ദിവസത്തിലൊരു 10 ദിവസമായിരിക്കും നമ്മൾ ഒരു ഒന്നിച്ചുണ്ടാവുക. പക്ഷെ ആ 10 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് പോലെ തന്നെ ആരൊക്കെയൊക്കെ ആകുകയാണ്. ചേട്ടനോ അനിയത്തിയോ നാത്തൂനോ ആരൊക്കെയോ, നമ്മൾ സുഹൃത്തുക്കളോ ഒക്കെ ഒരുപാട് പേരാകുകയാണ്. അങ്ങനെയാണ് ഭാവനയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എല്ലാവരും സ്റ്റാർട്ടിങ് ഫ്രം ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഷാനിക്ക തൊട്ട് ഇങ്ങോട്ട്, അതിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ചെയ്യുന്നത് മനോജ് പേയാടാണ് ചെയ്യുന്നത്, ക്യാമറ ചെയ്യുന്നത് ഷാജിയാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ടെക്നിക്കൽ സൈഡാണെങ്കിലും നമ്മുടെ മേക്കപ്പിൻ്റെ സൈഡാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും. ഇപ്പം റേജനാണ് അതിൻ്റെ ഹീറോ, സ്റ്റെഫിയാണ് ഹീറോയിൻ, എൻ്റെ പേരായിട്ട് ചെയ്യുന്നത് ശോഭി ചേട്ടനാണ്, ശോഭി തിലകനാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു 1000 എപ്പിസോഡ് സെലിബ്രേഷൻ വളരെ സ്പെഷ്യൽ ആക്കണം എന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമായിരുന്നു. കാരണം ഞങ്ങൾ നമ്മുടെ സെയിം കാബിയോടെ തന്നെ ഒരു പ്രൊഡക്ഷനായിരുന്നു, സൂര്യ TV തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സീരിയൽ. അപ്പോൾ അതിൻ്റെ 1000 എപ്പിസോഡ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, കളിവീട് എന്ന് പറഞ്ഞ സീരിയലിൻ്റെ. അപ്പോൾ ആ സെലിബ്രേഷനിൽ ഞങ്ങളെല്ലാം അതിൽ ഗസ്റ്റ് റോൾ ആയതുകൊണ്ട് ഞങ്ങളെയും എല്ലാം വിളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു
സെലിബ്രേഷനിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അന്ന് ഞങ്ങൾക്ക് ആ മൊമെന്റോ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അന്ന് ഞങ്ങൾ ഭാവന 1000 എപ്പിസോഡ് ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ ഒത്തുകൂടുന്നത് ഭാവനയുടെ 1000 എപ്പിസോഡിന്റെ സെലിബ്രേഷനിലായിരിക്കുന്നു. പക്ഷെ ടച്ച് വുഡ് ഞങ്ങൾക്ക് നോ സൂണർ ഈ ഒരു എന്താ പറയുക വളരെ അടുത്ത സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒത്തുകൂടാൻ ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഞങ്ങൾ എല്ലാവരും അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അവാർഡ് വാങ്ങിക്കലും മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മൊമെന്റ് വാങ്ങിക്കലോ ഭക്ഷണം കഴിക്കലോ മാത്രമല്ല, പാട്ട് പാടേണ്ടവര്, ഡാൻസ് കളിക്കേണ്ടവര്, എന്തെങ്കിലും ആങ്കർ ചെയ്യേണ്ടവര്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ഇനി ആരുമില്ല. നമ്മളുടെ പാട്ടുകൾ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും, ഡാൻസ് ആണെങ്കിലും കോപ്പിറൈറ്റ് അടിക്കും, പാട്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു ക്ലിപ്സ് ഇട്ടാൽ പോലും അപ്പം നമുക്ക് സ്ട്രൈക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താ ചേച്ചി അങ്ങനെ ലൊക്കേഷൻ കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ട് പാടാത്ത എന്താ, ഡാൻസ് കളിക്കാത്ത എന്താ. പക്ഷേ നമ്മുടേതായിട്ടുള്ള സ്വന്തം ക്രിയേഷൻ അല്ലാതെ വേറെ ഏതെടുത്താലും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇതിൻ്റെ റൂൾസ് നമ്മളും പാലിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിന് ഒരുപാട് നമ്മൾ മുതിരാത്തത്. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് കാണിക്കാം, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് കാണിക്കാം, വേറെ ഏതെങ്കിലും പാട്ടിൽ കാണിക്കാം, അത്രേ പറ്റുള്ളൂ. അവിടെ കളിച്ച പാട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഇൻട്രോ സോങ് ആണ് ചെയ്തത്, നമ്മുടെ പ്രണവാലയ, ശ്യാം സിംഗ് റോയിലെ പ്രണവാലയും പിന്നെ നമ്മുടെ പഴയ ഋതം എന്ന് പറഞ്ഞ സിനിമയിലെ തോം തെറുവിലിരുന്തോം ആ പാട്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു സോങ് ആണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാനും ശോഭിച്ചേട്ടനും കൂടെ നമ്മുടെ പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജ, അതൊരു ചെറിയ ഞങ്ങളുടെ ഒരു ചെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് എല്ലാ പേരുകളും തമ്മിൽ കുഞ്ഞു 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 ഡാൻസ് അത് ചെയ്തു. പിന്നെ ഞങ്ങളൊരു കുഞ്ഞു സ്കിറ്റൊക്കെ തട്ടിക്കൂട്ടി കേട്ടോ. അതിന് ശരിക്കും താങ്ക്സ് പറയേണ്ടത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് റെജി രാമപുരത്തിന്. റെജിയാണ് എനിക്ക് അതിൻ്റെ ഒരു ഓഡിയോ എനിക്ക് അയച്ചു തന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു കല്യാണ വീട് പോലെ ഒരു ചെറിയൊരു സ്കിറ്റൊക്കെ ചെയ്തു. അതിന് പറഞ്ഞ പോലെ പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്റ്റേജുമായിട്ട് ഒന്നും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. പക്ഷെ ഞങ്ങളുടെ ഒരു ഫണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഒരു 3-4 മണിക്കൂർ പിന്നെ എല്ലാവരും പാട്ടും ബഹളവും ഒരു എന്താ പറയുക, ലാസ്റ്റ് ഞങ്ങളൊരു ഫിനാലെ സോങ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചാണ് ഒരു ഫോട്ടോ സെഷനും നല്ല ഡിന്നറും. അപ്പോൾ ശരിക്കും ഇതിന് താങ്ക്സ് പറയേണ്ടത് ഷാനിക്കയുടെ അടുത്താണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ പല പ്രൊഡ്യൂസറുകളും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഷാനിക്ക നമുക്ക് വേണ്ടി ചെയ്തത്. കാരണം ഇതൊരു ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാനോ ഒന്നുമല്ല അങ്ങനെ ഒരു ഷോ നമ്മൾ ഓർഗനൈസ് ചെയ്തു. പക്ഷെ നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതെല്ലാം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ, അതിന് നമുക്ക് ശരിക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ സീരിയലിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്. നമ്മൾ അതിനൊന്നും ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയില്ല. ഇതൊരു എന്റർടൈൻമെന്റ് സോണിനായിട്ട് മാത്രം കണക്കാക്കുക, അല്ലാണ്ട് ഇത് ജീവിതത്തിലോട്ട് പകർത്തേണ്ട ഒന്നുമേ അല്ല. നമ്മളിതൊരു ശരിക്കും ഒരു ഇൻഡസ്ട്രിയാണ്. ശരിക്കും നമ്മൾ തുണിക്കടയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോകുന്നു എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ നമ്മളൊരു മീഡിയ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അഭിനയിക്കുന്നത്. നമ്മളൊരു അഭിനയിക്കുകയാണ്, നമ്മളൊരു കഥാപാത്രത്തിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഫേക്ക് ചെയ്യാണ്. അല്ലാണ്ട് ഇത് കണ്ട് നിങ്ങൾ ഇൻസ്പയർഡായി ആ ഒരു കഥാപാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും ഒരിക്കലും എടുക്കരുത്. കാരണം അങ്ങനെ ഒരിക്കലും എടുക്കേണ്ടാത്ത കഥാപാത്രങ്ങളാണ് കൂടുതലുമായിട്ട് സത്യം വെടിക്കെട്ട് വരെ വന്നു വെടിക്കെട്ട് കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ എത്തുന്നത്. അപ്പം അതൊരിക്കലും ജീവിതത്തിലേക്ക് പകർത്തേണ്ടതൊന്നുമേ അല്ല. ഇത് ജസ്റ്റ് നമ്മളൊരു ഫൺ മാത്രമായിട്ട് ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുകയും ജീവിതം മാർഗമാക്കുന്നതുമായിട്ട് ഞാൻ ഉൾപ്പെടെ പറയുകയാണ്. അങ്ങനെയുള്ള ഒരു വർക്കിംഗ് സ്പേസ് മാത്രമാണ് സീരിയൽ സിനിമ എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിൽ നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരുപാട് വിമർശനം ഈയിടെയായിട്ട് വളരെയധികം മൃഗീയമായി വിമർശിക്കപ്പെടുന്ന ഒരു മേഖലയാണ് സീരിയൽ. പക്ഷേ അതിനെല്ലാം ജോക്സ് എപ്പാർട്ട് അല്ലെങ്കിൽ എല്ലാ വിമർശനങ്ങളും എല്ലാം മാറ്റി നിർത്തിയാൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു ഉപാധിയാണ് സീരിയൽ സിനിമ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓഡിയൻസിൻ്റെ തന്നെ ഒരു സപ്പോർട്ടാണ്. അതിന് നമ്മൾ 100 നന്ദി പറഞ്ഞാൽ മതിയാവില്ല. കാരണം നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ സോ കോൾഡ് റേറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം നിങ്ങൾ നമ്മളെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നു. അതൊക്കെ നമ്മൾക്ക് ഏറ്റവും അധികം മോട്ടിവേഷനും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്. 1000 അവാർഡ് കിട്ടുന്നത് പോലെയാണ് ഒരാൾ വന്ന്, അല്ലെങ്കിൽ ഒരു മുത്തശ്ശി വന്ന്, ഒരു ചേച്ചി വന്ന് പറയുന്നത് കാണാറുണ്ട് കേട്ടോ, നന്നാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി കുശുമ്പ് കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇച്ചിരി ക്രൂരയാണ്, ഞങ്ങളുടെ അവരെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ് നമ്മളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഒരുപാട് നന്ദി ഈ ഒരു സ്നേഹത്തിന്. എപ്പോഴും ഈ ഒരു സ്നേഹം
സ്നേഹവും പ്രോത്സാഹനവും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഒരുപാട് ഭാവന സീരിയൽ പോലെ ഒരുപാട് സീരിയലുകൾ അല്ലെങ്കിൽ സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ കൂടി ടീം ഭാവനയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. ഇനിയും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്തും അവസരവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. അതുവരെ ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ടാറ്റാ.